അറിയാമല്ലോ, സാമാന്യം ഭംഗിയായി തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ എനിക്കുണ്ട്. ഒരിക്കലും ഒരു ജോലിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിക്കഴിയാൻ എനിക്കാവില്ല. എന്റെ മനസ്സ് നിറയെ സംഗീതമാണ്. സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ടാണോ ഈ പ്രായം വരെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഇതുവരെ വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നത് സംഗീതത്തെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അനുജനെയും അനുജത്തിയും നോക്കാനായി. അവർ കാര്യപ്രാപ്തിയുള്ളവരായപ്പോ എന്നെ വിവാഹം കഴിക്കാൻ നോക്കും. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണിനെ കണ്ടപ്പോ തോന്നി കെട്ടിയാലെന്തെന്ന്. കെട്ടി. ആട്ടെ, പ്രഭ എന്താ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? എനിക്കതിന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. അതിവിടെ വിവാഹത്തിനു മുമ്പ് എല്ലാ പെണ്ണുങ്ങളും പ്രായം കുറച്ചു പറയും. ഇനി തുറന്നു പറഞ്ഞാൽ എന്താ? എത്ര വയസ്സാ കുറച്ചു പറഞ്ഞത്? പറയൂ. അത് പോട്ടെ. പ്രഭയ്ക്ക് പാട്ടിഷ്ടമാണ്. എന്റെ പാട്ടിഷ്ടമാണ്. അതിന് പ്രഭ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ, പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഇനി എനിക്ക് കേൾക്കാമല്ലോ. ഇഷ്ടം പോലെ. ഞാനൊരു വലിയ ഗായകനാകുന്നത് പ്രഭയ്ക്ക് ഇഷ്ടമല്ല. നാളെ ലോകം മുഴുവൻ എന്റെ പാട്ട് കേട്ട് പൂരിത്തെ എല്ലാവരും എന്നെ ആരാധിക്കും. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആകുന്നതാണോ അതോ ഒരു ഗായകനാകുന്നതാണോ? ഏതാണ് പ്രഭയ്ക്ക് ഇഷ്ടം? അങ്ങനെ ഏതിഷ്ടവും എന്റെ ഇഷ്ടമാണ്. എങ്കിലേ എനിക്കിപ്പോ വേറൊരു ഇഷ്ടമുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. സിന്ധുമോളെ കണ്ടിട്ട് ഒരാഴ്ചയായി. നാളെ നമുക്കൊന്ന് പോകാം. നിനക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? സാരമില്ല, ഞാൻ അവധി എടുക്കാം. ശരി, രാവിലെ തന്നെ നമുക്ക് പുറപ്പെടാം. ശരി. അയ്യോ, ദേ എന്റെ ഹോസ്പിറ്റലിൽ ഒരു നഴ്സാ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഹായ്. ഹനുമൂൺ ആഘോഷിക്കാൻ വന്നായിരിക്കല്ലേ? എന്നോട് പോട്ടെ, പിന്നെ പരിചയപ്പെട്ടോളാം. 5:30 മണിക്കാ ഫസ്റ്റ് ബസ്. സിന്ധുമോളെ കാണാൻ നമുക്ക് ആ ബസ്സിൽ അങ്ങ് പോയേക്കാം. നമുക്കോ? ഒറ്റയ്ക്കങ്ങ് പോയേച്ചാ മതി. അതെന്താ പ്രഭേ, നീയല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞത്? കൂടെ വരാൻ വേറൊരുത്തി ഉണ്ടല്ലോ, ആ പാർക്ക് വെച്ച് കണ്ടില്ലേ? അവളെ വിളിച്ചോണ്ട് പോയാ മതി കൂട്ടിന്. അയ്യോ, അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആഹാ, അറിയായിരുന്നെങ്കിലും വിളിച്ചോണ്ട് പോയാനല്ലേ? അയ്യോ, എനിക്ക് വരുന്നുണ്ട് കഴിയോ. ഹോസ്പിറ്റലിലെ നേഴ്സ് നോക്കി നിൽക്കേ. എന്റെ കണ്ണും കുഴിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്തപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്റെ തലവിധി. പ്രഭേ, എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല, ഒരിക്കലും ഉണ്ടായിരിക്കുമില്ല. പ്രഭേ, ദയവ് ചെയ്ത് നിന്നെ വിശ്വസിക്കും. ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയൂ. മനസ്സുകൊണ്ട് പോലും നിന്നോടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മരിച്ചുപോയ അച്ഛനമ്മമാരാണ്. ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കൂ. പൊന്നും കുടത്തിന് പൊട്ടു വേണ്ടെന്ന് പറഞ്ഞവന് ഒരു സൗന്ദര്യബോധവുമില്ല. എന്റെ പൊന്നും കുടത്തിന് ഒരു പൊട്ടുകൂടി വേണം. മതി മതി, ഒരു കിന്നാരം അകത്ത് ഫ്ലാസ്കിൽ കാത്തു വെച്ചിട്ടുണ്ട്. ഊണോ? ഊണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് വിളമ്പി തരാം, എന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഓ, ഇന്നേ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും വേണ്ട. ചുമച്ചുള്ള മരുന്ന് സമയത്തിന് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി. മനസ്സിലായോ? ആയേ. നമസ്കാരം. നമസ്കാരം. ഓ, വന്നാട്ടെ വന്നാട്ടെ.
അങ്ങോട്ടിരുന്നട്ടെ. ഞങ്ങള് ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരാ, പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാ. ഞാൻ സെക്രട്ടറി, ഗജാൻജി പ്രസിഡന്റ്. കേട്ട് കാണും. പാറേക്കാട്ട് ബാലകൃഷ്ണപിള്ള ഇല്ല, ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ് ഞാനാ. സംഭാവനയ്ക്കായിരിക്കും. ഏയ്, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആകാവുന്നതല്ലേ ഉള്ളൂ. ഓ, ആ, മിസ്റ്റർ രവിപ്രസാദ് നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് താങ്കളുടെ ഒരു ഗാനമേള നടത്താനാണ് ഉത്സവ കമ്മിറ്റിയുടെ ഐകകണ്ഠമായ തീരുമാനം. സന്തോഷം. ചായ 751 രൂപ പ്രതിഫലം തരാനാണ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ഇതാ 101 രൂപ അഡ്വാൻസ്. ആ, പിന്നെ മിസ്റ്റർ രവിപ്രസാദിനോട് എല്ലാം തുറന്നു പറയണമല്ലോ. ഓ, 501 രൂപ ഉത്സവ കമ്മിറ്റിക്ക് സംഭാവനയായി നൽകണം. അതാ അതിന്റെ കീഴ്വഴക്കം. പിന്നെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്താൻ അവസരം കിട്ടുക എന്നൊരു മഹാഭാഗ്യമാ. യേശുദാസും ജയചന്ദ്രനും ഒക്കെ ഗാനമേള നടത്താനുള്ള സ്റ്റേജാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിപാടി പൊടി പൊടിക്കണം. ഓ, പിടിക്കാം. നിങ്ങൾ എന്തിനീ പരിപാടി നടത്താമെന്ന് ഏറ്റത്? അഡ്വാൻസ് അവർ തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓട്ടെ പ്രഭേ, കയ്യിൽ നൽപ്പം ചിലവായാലും നല്ലൊരു സ്റ്റേജാ കിട്ടിയിരിക്കുന്നത്. നീ നോക്കിക്കോ, ഞാൻ ഒരു കലക്കം. ഇപ്പോഴേ തുടങ്ങിയല്ലോ ചുമ.